ഞാൻ പറയാം. എല്ലാവർക്കും ദൈവത്തിന്റെ ആത്മാവ് വാസ്തവമായി ഇവിടെയുണ്ട്. ഒരു നിമിഷം കൂടെ എനിക്ക് തരണം. ഈ ദൂതനോട് ചേർന്നത് പറയാതെ പോയാൽ അത് അനേക കുഞ്ഞുങ്ങൾക്ക് നഷ്ടമായി പോകും. യോഹന്നാനെ കുറിച്ച് പദ്ധതിയുള്ളത് ദൈവത്തിന്. വി ആർ ദ കെയർ ടേക്കേഴ്സ്. മാതാപിതാക്കളെ, നമ്മുടെ തലമുറകളെ കെയർ ടേക്കേഴ്സ് ആണ് നമ്മൾ. പക്ഷെ നമ്മുടെ തലമുറയെ കുറിച്ച് സ്വപ്നം കണ്ട് ഒരുവനുണ്ട്, ഉയരത്തിലുള്ളവൻ. അവൻ നമ്മുടെ തലമുറയെ പേര് ചൊല്ലി വിളിച്ചത്. അവൻ്റെ ഒരു ഉദ്ദേശം കൊണ്ടാ യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്താൽ, നമ്മൾ പരിശുദ്ധാത്മാവിനെ സപ്പോർട്ട് ചെയ്താൽ, അതിരുകളില്ലാതെ ദൈവനാമ മഹത്വത്തിനായി നിന്റെ തലമുറയെ ഉയർത്താൻ കഴിയുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവം സ്വപ്നം കൊടുത്ത, ദൈവം വാഗ്ദത്തം തന്ന് നമ്മുടെ ഉദരത്തിലാക്കി തന്ന് നമ്മുടെ കയ്യിലേക്ക് വളർത്താൻ ഏൽപ്പിച്ച നമ്മുടെ തലമുറയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം എല്ലാ മാതാപിതാക്കളും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ കുഞ്ഞുങ്ങളും സ്വപ്നം നശിച്ചു പോയ, സ്വപ്നം അറ്റുപോയ, ഡിപ്രഷനിൽ പോയ, മന്ദബുദ്ധി എന്നുള്ള പേര് ആവർത്തിച്ച് കേട്ടിട്ട് ചുരുണ്ടുപോയ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, ഇല്ല മോനെ, നിന്നെ കുറിച്ച് സ്വപ്നം കണ്ടത് ഞാനാ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിനെ കെടുത്തുന്നതല്ല IPC പ്രയർ സെന്റർ, ആത്മാവിനെ വളർത്തുന്നതാ IPC പ്രയർ സെന്റർ. യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കുക, ജീവൻ പ്രാപിക്കുക, ജീവൻ പ്രാപിക്കുക, ജീവൻ കൊടുക്ക, തലമുറയ്ക്ക് ജീവൻ കൊടുക്ക. യെസ് യെസ് യെസ്, ലൈഫ് ലൈഫ്, ജീവൻ ജീവൻ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ അപ്പന്റെ സന്നിധി. അപ്പാ, ഇത് അപ്പന്റെ വകയാപ്പാ. പലപ്പോഴും ഞങ്ങൾക്ക് തോന്നി യോഹന്നാൻ ഞങ്ങളുടെ വകയാണെന്ന്. എലിസബത്തിനും സക്കറിയാവിനും തോന്നി ഞങ്ങളുടെ വകയാന്ന്. അല്ലേ അപ്പാ, യോഹന്നാൻ അപ്പന്റെ വകയാ. ടെൻഷനുമായിട്ട് അപ്പ ഞങ്ങൾ വന്നേ. പക്ഷെ ഞങ്ങളുടെ തലമുറയെ കുറിച്ച് അപ്പനറിയാം, സ്വർഗത്തിലെ അപ്പനറിയാം. ഈ ആഴ്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞങ്ങൾ ടെൻഷൻ അടിക്കത്തില്ല. അവരെ കുറിച്ചുള്ള ഭാരം എന്നേക്കുമായി ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങ് എടുത്തു കളയുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിനെയും ഞങ്ങളിലും ഞങ്ങളുടെ തലമുറയിലേക്കും അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ അന്ത്യകാലത്തെ സർവ്വ ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അങ്ങനെ ഒരു തലമുറ തിരുവല്ലയിൽ നിന്നും യേശുവിനായി എഴുന്നേൽക്കുന്നത് ഞങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. വിശുദ്ധ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ നാം ദൈവാലയം